ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലയെ നമുക്കൊന്ന് പുറത്തിറക്കണം, ബെല്ലയുടെ കൂടെ ഒന്ന് കളിക്കണം. അപ്പോൾ ബെല്ല ആരാന്ന് ഞാൻ പരിചയപ്പെടുത്താം. ബെല്ല അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ബെല്ലയാണെങ്കിൽ കാണിച്ച് തരാം, അപ്പം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ബെല്ല എടുത്തോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ബെല്ലയുടെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വേണ്ടേ, ഇതിനകത്താണ് ഇരിക്കുന്നത്. വേണ്ടേ, ഇതിനകത്താണ് ഓടൊക്കെ ഇട്ട് അകത്താണ് കയറിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബെല്ല പട്ടിക്കുട്ടിയാണ് കേട്ടോ. നമുക്ക് അപ്പം ഇതൊന്ന് പുറത്തിറക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ തുറക്കുന്ന കാണിച്ചു തരാം. അപ്പം ഇത് ഒരു കിളിക്കൂടാണ്. അപ്പം നമുക്ക് തുറക്കാം. മേലോട്ട് പൊക്കിയിട്ടാണ് ഇതാണ്, ഇവനാണ് നമ്മുടെ ബെല്ലക്കുട്ടൻ. അപ്പോൾ നമ്മുടെ ബെല്ലയാണ് ഇവൻ. നമുക്ക് ഇന്നലെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു, പെയ്ഡ് ഇഞ്ചക്ഷൻ. ഇന്നലെ ഡോക്ടറൊക്കെ ഇവിടെ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ചെറുക്കൻ ഇത് മുത്താണ്. ഇതുണ്ട, സന്തോഷം കേട്ടോ. വാ, ഇതുണ്ടോ ചെറുക്കാണ്. ഇവിടെ ഇതിൻ്റെ ബെൽറ്റ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവൻ കടിച്ച് അങ്ങ് കീറും. അപ്പോൾ നമുക്ക് ഇവനെ അകത്ത് കയറ്റിയിട്ട് വല്ല ബെൽറ്റ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാം. വാ, വാടാ വാടാ വാടാ. പിണക്കാൻ കേട്ടോ. ഇന്നലെ രാത്രി ആദ്യമായിട്ട് ഇങ്ങനെ രാത്രി ഫുള്ള് കെട്ടിടുക. വേണ്ട, അടിക്കുന്നതന്നെ. വാ. അപ്പോൾ നിൽക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഇത് വെച്ചാകുമ്പോൾ ഇപ്പോൾ കെട്ടിയിടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ വല്ല തുടൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും കടിച്ചു മുറിക്കും. ഇവന് ആദ്യം ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നല്ല അടിപൊളി തുടൽ വാങ്ങിച്ചാണ് മൊത്തം കടിച്ചു മുറിച്ച് എടുത്ത് കളഞ്ഞ്. അപ്പം ഇപ്പം നമ്മൾ ഇതാണ് ചെയ്യുന്നത്, ഓരോ ദിവസവും പൊടിച്ച് കളയും. അതുകൊണ്ട് ഇത് അപ്പോഴെ പണ്ടത്തെയാണ്, പുതിയതെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മൾ കെട്ടിയിട്ടുണ്ട്. വാ വാടാ വാ. അപ്പം നമുക്ക് ഗൈസ് നമ്മൾ ബെല്ലയുടെ വയറിപ്പോൾ ഇപ്പോൾ ചൊട്ടിക്കിടക്കുമല്ലേ. സത്യം പറഞ്ഞാൽ ഇതിനെ ഇത്തിരി കൊണ്ടുവന്നിട്ട് ഇത്തിരി ദിവസം കഴിഞ്ഞപ്പം ഇതിൻ്റെ വയർ നല്ല രീതിയിൽ അങ്ങ് വീർത്തായിരുന്നു. എന്നിട്ട് ഇപ്പോഴും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. നോക്കട്ടെ. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? ഇതൊക്കെ വിരയുടെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മളൊരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വാ നമുക്ക് മരുന്ന് കാണണ്ടേ. വാ, നീ ഫ്രണ്ടിൽ പോണേ. നടക്കണ ഇങ്ങോട്ട് നടക്കണം. വലിയ അഹങ്കാരം കേട്ടതാ. ഇങ്ങോട്ട് നടക്കണം. ചെറുക്കൻ ഓടിയെന്നാണ് വാല് വെട്ടിക്കൊണ്ട്. ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ മരുന്ന്, വിരയുടെ മരുന്നാണ്. നിയോമെക് എന്ന് എഴുതിയേക്കുന്നതാണ്. ഇതൊക്കെ നിയോമെക്കിൻ്റെ ഒരു മരുന്നാണ്. ഇത് നമുക്ക് ഈ ഗുളികയാണ് ഇതിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതാണ്. അപ്പം ഇതിനകത്ത് 3 പീസേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് തുറക്കാം. വരുന്നില്ല, അത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെല്ലക്കുട്ടൻ്റെ മരുന്ന്. ഒരെണ്ണം നമ്മൾ കൊടുത്തോണ്ടാണ് അവൻ കയറി പോയ. അവൻ്റെ മേളിലോട്ടം കയറി പോയിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് ഇനി ഒരാളെ ഇവിടെ കാണിക്കണം. ഇതാണ് എൻ്റെ അനിയത്തി. ഹലോ. അപ്പം ഈ ബെല്ലയ്ക്ക് ഒരു ദിവസം വയ്യ. ഇങ്ങനെ വയ്യ. ദോ പോയി നിൽക്കുന്നടി. അവിടെ കടന്നല് കാണും. ദോ നിൽക്കുന്നു. അങ്ങോട്ട് വാടാ. നിങ്ങൾ മണ്ടയിലോട്ട് കയറിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഇതിന് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഫുഡ് കൊടുക്കാൻ ഒരു ദിവസം മറന്നുപോയി. രാവിലെ ഇത്തിരി ചായ കൊടുത്തേ, പിന്നെ വൈകിട്ട് വരെ ഒന്നും കൊടുത്തില്ല.
ഇത്തിരി വെള്ളം മാത്രം വെച്ച് കൊടുത്ത്. പിന്നെ ആണെങ്കിൽ ഞാൻ വൈകിട്ട് ഫുഡും കൊണ്ടുവരാൻ നേരത്ത് ഇത് അനങ്ങുന്നില്ല, സ്റ്റക്കായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആണെങ്കിൽ എനിക്ക് എന്തോ വേണമെന്ന് പറഞ്ഞോളൂ. ഞാൻ ഇതിന് നേരെ കൊണ്ടുപോയി അവിടെ കണ്ട സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി ഞാൻ വെച്ച്. ഞാൻ തോന്നി വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, വൈകിട്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ചൂട് കൊണ്ട് മയങ്ങി കിടക്കുവാണ്. അപ്പോൾ എന്നിട്ടും അത് എഴുന്നേൽക്കുന്നില്ല, സ്റ്റക്കാതെ ഇരിക്കുക. പണ്ട് ഇവിടുത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ജാക്കി. ആ ജാക്കി പ്രസവിച്ചപ്പോഴും ഇതുപോലത്തെ ഒരു ബ്രൗൺ പട്ടി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുഞ്ഞ് ചത്തപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ അപ്പോഴും ഫോൺ വിളിച്ച് ആൾക്കാരെ വിളിച്ചു. അപ്പം നിയായാണ് ഇതാണ് നിയ. ഈ നിയായാണ് പാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് പാലെടുത്തങ്ങ് ഒഴിച്ചു കൊടുത്തപ്പോൾ ഉണ്ടല്ലോ അത് കുടിച്ചില്ല. അപ്പം നിയാണെങ്കിൽ അതിൻ്റെ വായിലോട്ട് വെച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പം ഇത് കുടിച്ച് ഇത്തിരി ആടിയായിരുന്നു നടക്കുന്നത്. ഇങ്ങനെ ആടി ഇങ്ങനെ ആടി നടന്ന് പിന്നെ അതിനെ കാലും അറുത്ത് അതങ്ങ് ആടി ഇങ്ങനെ നടന്നുപോയി. പിന്നെ അവിടെ ചോറും കൂടെ വെച്ച് കൊടുത്തു. അപ്പം നല്ല സുഖമായി. പിന്നെ ആശുപത്രി നാളെ വിളിച്ച് അവർ പറഞ്ഞ് 3 മാസം ആവുന്നതാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇന്നലെ 3 മാസം ഇവനായി. അങ്ങനെ ഇവൻ ഇഞ്ചക്ഷനും എടുത്ത് നിൽക്കുവാണ് ആള്. തോന്നുന്നു നീ വരുന്നില്ലേ? ബാ അവൻ വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. അതിൻ്റെ മീനുണ്ട് ഇത്തിരി കണ്ടോ. അപ്പം എനിക്കിത്തിരി മീനുണ്ട്. ഈ കാർപ്പാണ്. അപ്പുറത്ത് കിടക്കുന്ന ഇത്തിരി മീനാണ്. അപ്പോൾ ആ മീനിൻ്റെ ഞാനാണെങ്കിൽ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഈ കിണറ്റിൽ ഇത്തിരി ഗപ്പികൾ ഉണ്ട്. അതിനകത്ത് ഇത്തിരി ഷാർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെ പറ്റിയാക്കി ഇടുന്നത്. അപ്പം ഇത്രയുള്ള വീഡിയോ. ബൈ.